ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും ഒരാളുടെ ജീവിതം താളം തെറ്റിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ വംശജനായ കപിൽ രഘുവിനാണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. പെർഫ്യൂം കുപ്പി മയക്കുമരുന്നാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട യുഎസിൽ അറസ്റ്റിലായ ഇന്ത്യൻ വംശജൻ ഇപ്പോൾ നാടുകടത്തൽ ഭീഷണിയിലാണ്. യുഎസിലെ ആർക്കൻസോയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ കപിൽ രഘുവാണ് പോലീസിന് സംഭവിച്ച തെറ്റിദ്ധാരണയുടെ പേരിൽ നാടുകടത്തൽ ഭീഷണി നേരിടുന്നത്. മെയ് 3-ാം തീയതിയായിരുന്നു കപിൽ രഘുവിന്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ച ഈ ഒരു സംഭവം ഉണ്ടായത്. വാഹന പരിശോധനയ്ക്കിടെ ഗതാഗത നിയമലംഘനത്തിന്റെ പേരിലാണ് ബെണ്ടൻ പോലീസ് കപിൽ രഘുവിന്റെ വാഹനം തടഞ്ഞു നിർത്തിയത്. തുടർന്ന് പോലീസുകാർ നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിനുള്ളിൽ ഒപ്പിയം എന്നെഴുതിയ ഒരു കുപ്പി കണ്ടെത്തിയത്. നിരോധിത ലഹരിമരുന്നായ ഒപ്പിയമാണ്, അതായത് കറുപ്പാണ് കുപ്പിയിലെന്ന് കരുതി പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ കുപ്പിക്കുള്ളിലുള്ളത് പെർഫ്യൂമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും പോലീസുകാർ ഇത് കേൾക്കാനോ പരിശോധിക്കാനോ കൂട്ടാക്കിയില്ല. പിന്നാലെ ഇദ്ദേഹത്തെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സിന്റെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ഇദ്ദേഹത്തിന്റെ US വിസ റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ ആർക്കൻസോ സ്റ്റേറ്റ് ക്രൈം ലാബിൽ നടന്ന പരിശോധനയിൽ കുപ്പിയിലുള്ളത് ലഹരിമരുന്നല്ലെന്നും പെർഫ്യൂം തന്നെയാണെന്നും സ്ഥിരീകരിച്ചു. പക്ഷേ ഇതിനിടെ 3 ദിവസത്തോളം കപിൽ രഘുവിന് ജയിലിൽ കഴിയേണ്ടി വന്നു. മാത്രമല്ല, പരിശോധനയ്ക്കിടെ ഇദ്ദേഹത്തിന്റെ വിസ കാലാവധി കഴിഞ്ഞതാണെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. തുടർന്ന് കപിൽ രഘുവിന്റെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. മെയ് 20-ാം തീയതിയോടെ ജില്ലാ കോടതി രഘുവിന്റെ മേൽ ചുമത്തിയിരുന്ന മയക്കുമരുന്ന് കുറ്റം ഒഴിവാക്കിയെങ്കിലും ഇക്കാലയളവിനിടെ അദ്ദേഹത്തിന്റെ US വിസ അധികൃതർ റദ്ദാക്കിയിരുന്നു. ഇതോടെയാണ് കപിൽ രഘു നാടുകടത്തൽ ഭീഷണിയിലായത്. കപിലിന്റെ വിസ കാലാവധി കഴിഞ്ഞതാണെന്ന കണ്ടെത്തൽ അധികൃതരുടെ പിഴവ് കാരണം സംഭവിച്ചതാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ മൈക്ക് ലോക്സ് വാദിക്കുന്നത്. നിലവിൽ കപിലിനെ തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് വിട്ടയച്ചെങ്കിലും ചെറിയ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ പോലും ഏത് നിമിഷവും നാടുകടത്താൻ സാധ്യതയുണ്ടെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ഇതിനു പുറമെ വിസ റദ്ദാക്കിയതിനാൽ ജോലിയെടുക്കാനോ സമ്പാദിക്കാനോ അദ്ദേഹത്തിന് കഴിയില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. മുൻ അഭിഭാഷകൻ യഥാസമയം രേഖകൾ സമർപ്പിക്കാത്തതിനാലാണ് തന്റെ വിസയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് വ്യക്തമാക്കി കപിൽ രഘു അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം വിസ പുനഃസ്ഥാപിക്കണമെന്നും ഈ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതേസമയം ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ഈ കേസിനെ സംബന്ധിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന ആരോപണം ഉയരുകയാണ്. അമേരിക്കൻ യുവതിയെയാണ് കപിൽ രഘു വിവാഹം കഴിച്ചിരുന്നത്. കേസിൽപ്പെടുന്ന വേളയിൽ ഫുഡ് ഡെലിവറി ഏജന്റായാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. നിയമ പോരാട്ടങ്ങളും അതിനായുള്ള ഫീസും മറ്റ് ചെലവുകളും തന്നെയും കുടുംബത്തെയും സാമ്പത്തികമായി തകർത്തെന്നാണ് കപിൽ രഘു പറയുന്നത്. തന്റെ ഭാര്യയും മകളും എല്ലാ രാത്രികളും കരയുകയാണ്. തന്റെ ഭാര്യയാണ് ഇപ്പോൾ തന്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം വഹിക്കുന്നത്. മകൾ ബൈബിളും നെഞ്ചോട് ചേർത്താണ് കരയുന്നത്. കാറുകളെല്ലാം വിറ്റ് മറ്റൊരു രാജ്യത്തേക്ക് മാറാനാണ് ഇപ്പോൾ ഭാര്യയുടെ ആലോചന. അവിടെ തങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കപിൽ രഘു ഒരു ന്യൂസ് പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി.